ഫ്യൂരിയോസ ഡയറക്റ്റഡ് ബൈ ജോർജ് മില്ലർ. ഞാൻ ഒറ്റ വാക്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 100% ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ മൂവി കണ്ടിട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ, ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻസ് കാരണം ഞാൻ ഇത്ര അധികം ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള കാരണം ചിലപ്പോൾ ചിലർക്ക് അത് വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നുമായിരിക്കും, ചിലർക്ക് നല്ല സിനിമ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് ഈ സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി എനിക്ക് പേഴ്സണലി സാധിച്ചിട്ടില്ല. അതായത് ഒരു സിനിമ, അതായത് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള 5ാമത്തെ സിനിമയാണ്. പിന്നെ അത് ജോർജ് മില്ലർ ആണെന്ന് തോന്നുന്നു, 2015 മുതലിട്ടാണ് തോന്നുന്നത് ജോർജ് മില്ലർ ഈ ഒരു ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്നത്. പിന്നെ 2015 മാഡ് മാക്സ് ഇറങ്ങി. അതേപോലത്തെ ഒരു മാസ്റ്റർ പീസ് 9 കൊല്ലം മുന്നേ ഇറക്കിയതാണ് ഇവർ. പിന്നെ ഈ ട്രെയിലറിൽ അതേപോലത്തെ ഒരു ഇൻറ്റൻസ് ഹൈ ആക്ഷൻ വോൾട്ടേജ് പാക്ഡ് സാധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവർ ഇറക്കിയ എല്ലാ ട്രെയിലറിലും ടീസറിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് എന്താണ് നമുക്ക് എത്രത്തോളം എക്സ്പെക്ടേഷൻസ് തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മാഡ് മാക്സ് പോലത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അല്ലാതെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഒരു സിനിമ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയത്. ആൻഡ് ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. ആക്ഷൻ എന്ന് മാത്രമല്ല, ആക്ഷൻ്റെ പോട്ടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ VFX, ഈ ഒരു സിനിമയുടെ ഏറ്റവും നട്ടലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ VFX ആണ്. ആ VFX ചെയ്ത് വെച്ചിരിക്കുന്ന കോലം കാണും, കോമഡി പീസാക്കിയിരുന്നു. ഇതിന് ഞാൻ ഒരു സീന് പറയാം. ഫ്യൂരിയസിൻ്റെ അമ്മ ഉണ്ടല്ലോ, ഈ സിനിമത്തെ ഫ്യൂരിയസിൻ്റെ അമ്മ ഇതിനൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു കുതിരപ്പുറത്ത് കയറുന്ന ഒരു ഇതുണ്ട്. അവിടെ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്തിൻ്റെ മൊത്തം പണിയാണ് ഈ VFX തരാൻ പോകുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആവശ്യമില്ലാതെ കുറേ ഏരിയൻ ഷോട്ട് ഇങ്ങനെ കുറേ ഷോട്ടുകൾ ആവശ്യമൊന്നുമില്ല, വെറുതെ ഒരു രസം. അതിങ്ങനെ ഷോട്ട് എടുക്കുക. പിന്നെ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും കാർട്ടൂൺ പോലെ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചില സീനുകളിൽ നമുക്ക് നല്ല മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ വണ്ടി നിന്ന് പോകുമ്പോൾ എന്താണ് വീക്കുന്നത്, അയ്യോ എന്താ പാവക്കുട്ടിയാടേ, അങ്ങനെ ഒരു ഒറിജിനാലിറ്റി ഇല്ല. അത്ര അധികം അമേച്ചർ ലെവലിൽ ചെയ്തിട്ടുള്ള VFX ആണ് ഇത് പടത്തിനുണ്ട്. അതേപോലെ തന്നെ വിഷ്വൽസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ VFX ഇതാണെന്നുണ്ടെങ്കിൽ വിഷ്വൽസിൻ്റെ ഒരു പരിധിയില്ല. കുറേ മരുഭൂമി കാണിക്കേണ്ടതെന്നുള്ള വിഷ്വൽസിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ് ഹെംസ്വർത്തിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. അത് ചിലർ പറയും ക്രിസ് ഹെംസ്വർത്ത് നല്ല അഭിനയമാണ് ഇതിൽ, ഞാൻ ടൈലറും നല്ല ഇപ്പോഴത്തെ ഫ്യൂരിയസ് ഉണ്ടല്ലോ, 30 നല്ല അഭിനയമാണെന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക, അവർക്ക് അഭിനയിക്കാറില്ല. ഇത് ക്രിസ് ഹെംസ്വർത്തിന്റെ പ്രശ്നമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ 30 പ്രശ്നമൊന്നുമില്ല. അതിൽ അവർക്ക് കൊടുത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എനിക്ക് ഒന്നും ഇഷ്ടമായിട്ടില്ല പെർഫോമൻസ് എന്നുള്ള. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യമാണ്, അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഈ ഒരു സിനിമയിൽ ചില സീനെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാരണം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതിങ്ങനെ ക്രിസ്മസ് ഒരു സിനിമയുടെ ഒരു ഭാഗം ഇങ്ങനെ വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്, ഫണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നെ നമ്മളത് വെറുതെ റൈഡിന് ഇറങ്ങണം പോലെ ഇങ്ങനെ ബൈക്കുകളായിട്ട് ഇറക്കുക. അതിന് പിന്നെ ഒരു റിഗ് ഉണ്ടാവുമല്ലോ, റിഗ് ഉണ്ടാവും, അതായിട്ട് അവർ എന്തൊക്കെയോ കാട്ടും, വണ്ടികളങ്ങനെ ഇടിച്ച് തെറിപ്പിക്കുക, കാര്യമൊന്നുമില്ല. അങ്ങനെ പോണ ഒരു സ്ക്രിപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, അത്ര അധികം വീക്ക്. ഒരു എൻഗേജിങ്ങും അല്ല, ഒന്ന് ഇറങ്ങി ഓടാനും പറ്റൂല, പൈസ എടുത്തല്ലേ കാണണ്ടേ. അങ്ങനെ അപ്പോൾ പോയി തോന്നിപ്പിച്ചിട്ട് സിനിമയാണ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ചിലവർക്ക് ഇതിപ്പോൾ വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നുമായിരിക്കും, ചിലർക്ക് ചിലർക്ക് മാസ്റ്റർ പീസ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ ഈ പ്രതീക്ഷ ചിലപ്പോൾ കൂടുതലായതുകൊണ്ട് സംഭവിച്ചതാവും ചിലപ്പോൾ. ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഒരാൾക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, അങ്ങനെ വലിയ പ്രതീക്ഷ വെക്കാതെ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. എന്തായാലും എനിക്ക് അത് പറ്റിയിട്ടില്ല. ഞാൻ ഇതിന് മുന്നത്തെ മാഡ് മാക്സിൻ്റെ ഒരു പകുതിയെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. പിന്നെ ഒരു പെർഫോമൻസ് പോലും ഇല്ല. അത് പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ ഇവരെ കൊണ്ട് പറ്റില്ല. അത് അങ്ങനെ ഈ എന്തിനോ വേണ്ടിയിട്ടാണ് ഈ സിനിമേൻ്റെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്നാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോർജ് മില്ലർ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ടെക്നിക്കൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ. ചിലപ്പോൾ ആരെങ്കിലും ഇതേ വിചാരിച്ച VFXയുടെ ടീമിനെ കിട്ടാതാവുക, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച ഫണ്ട് കിട്ടാതാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ. അല്ലാതെ 2015 ഒരു സാധനം ഇറക്കിയ ആൾക്ക് എങ്ങനെയാണ് 2024 ഇങ്ങനെ ഒരു കൂടുതലായിട്ട് ഇറക്കാൻ പറ്റുന്നത്. അത് വല്ലാത്തൊരു ഇതായി പോയി, വല്ലാത്തൊരിത്. ഒരു ഡ്രാമയാണ്, ഡ്രമാറ്റിക് സാധനങ്ങൾ, ഇമോഷണൽ അങ്ങനെ. അപ്പോൾ ഇതെന്താ ഫാമിലി പടം, എന്താ ഒരു ആക്ഷനും ഇല്ല, ഒന്നും ഇല്ലാതെ ആൾക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ പറയാം, ഡ്രാമ എന്തെങ്കിലും ഇമോഷൻസ് ആണെങ്കിൽ നോ പ്രോബ്ലം, ഒരു സിനിമയിൽ അത് വേണം. പക്ഷെ അത് നമുക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് ഒരു കണക്ഷൻ വരണ്ടേ ഇത് മൊത്തത്തിൽ. അതല്ലാതെ അവിടെ എന്തൊക്കെയോ ഡ്രമാറ്റിക് സാധനങ്ങൾ അതും ഇതപ്പോൾ കുത്തി നിറച്ച് വെച്ചിട്ട് എന്ത് കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ വിഷ്വൽസ് ബാക്ക്ഗ്രൗണ്ട് കുറവ്, ഇതൊക്കെ എനിക്കൊരു ദുരന്തമായിട്ടാണ് തോന്നിയത്. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ അടുത്ത കാലത്ത് വെച്ച് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടു വെച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് ലാഗുണ്ട്, ലാഗുണ്ട്, എല്ലാം ഉണ്ട്, ആശയത്തിന് കൂടുതലാണെന്നുള്ളല്ലോ. ഇതെന്ത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ VFXന് എങ്ങനെ പ്രശ്നം വന്നത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. VFXന് ഇത്ര അധികം അമേച്ചർ ലെവലിൽ എന്ത് സംഭവിച്ചത് ഈ സിനിമയ്ക്ക്. ഇതിൻ്റെ മുന്നേ ഇതെങ്ങനെ ഉണ്ടെന്നല്ലോ, ഇതിൻ്റെ മുന്നേ തന്നെ പോക്കാണെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. 9 കൊല്ലം മുന്നേ ഇറങ്ങിയൊരു സിനിമ അത്ര അധികം പെർഫെക്ഷൻ കൂടി വന്നിട്ടില്ല. VFX അടക്കം എല്ലാതും പെർഫെക്ഷൻ. പിന്നെ ഇതിലെന്ത് സംഭവിച്ചു, ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല.
നിങ്ങൾ ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണണം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾ സിനിമക്കായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണുക, അഭിപ്രായം അറിയിക്കുക. മിസ്റ്റർ ടോക്സ് സൈനിങ് ഔട്ട്.